കണ്ടത് നന്നായിട്ട് ഒരു വെള്ളം പോലെ ഫോമിലാവും. അതിൻ്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് മാറി നല്ല ഒരു നൈസായിട്ടിരിക്കും, വെള്ളം പോലെ. ഇത് നമുക്ക് കയ്യിലോട്ട് എടുക്കുക. രണ്ട് കയ്യിലും ഇങ്ങനെ എടുത്തിട്ട് നേരെ ഇങ്ങനെ കയ്യിൽ തൂത്തിട്ട്, അപ്പോൾ കണ്ണിന് ഡാർക്ക് കളറാണ്, കണ്ണിൻ്റെ ഇവിടെ ഒരു പ്രാവശ്യം കൊടുത്തു, വീണ്ടും കയ്യിൽ ഒച്ചിലൂടെ എടുത്തിട്ട് ഒരു വട്ടം കൂടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കറുപ്പ് കുറവുള്ള ഭാഗങ്ങളിൽ ഒരു മസാജിങ് മാത്രം മതിയാവും. അപ്പം ഇങ്ങനെ കൊടുക്കുക. മൂക്കിൻ്റെ അടി, ഈ പാലം, ഇങ്ങനെ എല്ലാം കൂട്ടി കൊടുക്കുക. കഴുത്തിന് നമ്മൾ മസ്റ്റായിട്ടും കൊടുക്കണം. ഇത് രാത്രി ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് രാവിലെ ആകുമ്പോൾ സാധാ വാട്ടറിൽ ഫേസ് കഴുകിക്കള. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒറ്റ രാത്രി കൊണ്ട് ചെറിയൊരു ക്രീം ഇട്ടാൽ നമുക്ക് മുഖത്തെ ഡാർക്ക് സർക്കിൾ പോകും, നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് പോകും, സ്കിന്നെല്ലാം ഒരേ കളറിലിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഒരു കുഞ്ഞ് ടിപ്സാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം നമുക്ക് എല്ലാവർക്കും പറയാം, ചെറുനാരങ്ങ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ചെറുനാരങ്ങ ഒരെണ്ണം എടുക്കുക, അതിനെ ലൈറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്യുക. ഫുള്ള് കട്ട് ചെയ്യണ്ട. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പിഴിയണം. ഒരു 2-3 തുള്ളി മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വേണ്ട, അലോവേര ജെല്ലാണ്. അത് പല തന്നെ കമ്പനികൾ കിട്ടും. വീട്ടിലുള്ള അലോവേര ജെല്ല് വേണ്ട, അത് നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും, എന്തോരം അത് മാറ്റിയാലും. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു കുഞ്ഞ് ഡോട്ട് എടുക്കാം. ഒരു ഡോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുക, ഇത്ര മതിയാവും. എന്നിട്ട് ഇത് പാത്രത്തിലിട്ട് കൈ വെച്ച് തന്നെ നമ്മൾ യോജിപ്പിച്ചെടുക്കുക. കൈ വെച്ച് തന്നെ നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഇത് വീണ്ടും എടുക്കാം. ഇത് ഓവറായിട്ട് ഇങ്ങനെ ഡ്രൈനെസ് ഒക്കെ ഉള്ളവർക്ക് ഒരു 2 പ്രാവശ്യമെങ്കിലും 2-3 പ്രാവശ്യം ആഴ്ചയിൽ തേക്കണം. ചെറിയ പ്രശ്നങ്ങൾ, നമ്മൾ വെയിലടിച്ചുള്ള പ്രശ്നമൊക്കെയാണ്, ഒറ്റ രാത്രി കൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിങ് ഫേസിനുണ്ടാവും, കളറും വെക്കും. ഇനി നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. നേച്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള നമുക്ക് ചെറിയ കുപ്പി വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളെപ്പോഴും വാങ്ങി സൂക്ഷിക്കുക. സ്കിന്ന് ചുളുങ്ങാതിരിക്കാനും നല്ലൊരു തിളക്കം കിട്ടാനും അലോവേര ജെല്ല് വളരെ നല്ലതാണ്. തേക്കുക. രാത്രി മാത്രം അപ്ലൈ ചെയ്യുക. അത് ചെയ്തിട്ട് വെയിലത്തിറങ്ങരുത്. ചുണ്ടിലും അത് അപ്ലൈ, കഴുത്തിന് മേളിലോട്ട് അപ്ലൈ ചെയ്യുക. വീണ്ടും നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ കൂടുതൽ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ അവിടെ അപ്ലൈ ചെയ്യണം. ഇത് കൊടുക്കുന്നത് നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡിനൊക്കെ കൊടുക്കാൻ മറക്കാതിരിക്കുക. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് സോപ്പ് യൂസ് ചെയ്യേണ്ട. ഇത് ചെയ്ത് കഴിഞ്ഞ് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട. സാധാ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി. പൊതുവെ ഫേസ് വാഷും പുതിയ ക്രീമുകളും യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആകും. അതിൻ്റേതായ വേറെ കെമിക്കൽ അടങ്ങിയ ക്രീമുകൾ മാറ്റി തൂക്കേണ്ടി വരും. നമ്മൾ സ്കിന്നിന് പുതിയ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും ശരിക്കും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. നമുക്ക് വൈറ്റനിങ് ക്രീം നമുക്കൊരുപാട് ദോഷം ചെയ്യുന്നതാണ്. പെട്ടെന്ന് ഏജ് ഉണ്ടാവും, ചുളുക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറാൻ അതുള്ളവർ പോലും ഈ ക്രീം രാത്രി യൂസ് ചെയ്ത് നോക്കുക. നമുക്ക് വളരെ എളുപ്പമാണ്, വേറെ പാടൊന്നുമില്ല. അതുപോലെ മേക്കപ്പിൻ്റെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കുക. ഇത് ചെയ്തിട്ട് നമുക്കൊരു സൺസ്ക്രീൻ ലോഷനും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു പൗഡർ മാത്രം ഇട്ടും ചെറിയ കാര്യങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പം നമുക്ക് സ്കിൻ ഒരുപാട് ഡാമേജ് ആവാതിരിക്കും. അധികം ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം മേക്കപ്പും അതോടൊപ്പം നമുക്ക് അതിൻ്റെ മേക്കപ്പ് ഫിക്സറൊക്കെ അടിച്ച് സെറ്റ് ചെയ്യാവൂ. ഇങ്ങനെയും കൂടെ നിങ്ങളൊന്ന് ഇതിന് ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല തന്നെ ഫേസ് നല്ല റിങ്കിൾസ് ഒക്കെ മാറി നല്ല തിളക്കത്തിലിരിക്കുന്നതായിട്ട് കാണാം. അപ്പം നിങ്ങൾ സോപ്പ് കുറച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക, ട്രൈ ചെയ്യുക. കുഞ്ഞായിട്ട് കട്ട് ചെയ്യുന്ന വെച്ചാൽ അത് വീണ്ടും യൂസ് ചെയ്യാനായിട്ടാണ്. അപ്പം ഇത് നമുക്ക് എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, നാളെ ചെയ്യാം. ഇത്ര മാത്രം മതി. ഒരു നാരങ്ങ എടുക്കുക. നാരങ്ങനെ കുഞ്ഞായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം.